വീണ്ടും പാമ്പ്ലാനി ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം അതിരൂപതയെ അടക്കി ഭരിക്കാൻ ഈ പാമ്പ്ലാനി ബിഷപ്പിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. തലശ്ശേരിയിലെ സഭയുടെ മെത്രാൻ എറണാകുളത്ത് വരുമ്പോൾ സഭയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്കൊപ്പം നിൽക്കുന്ന പാമ്പ്ലാനി പിതാവ് എന്തുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നത് അടുത്ത വിശ്വാസികളുടെ ചോദ്യം. തലശ്ശേരിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ വിശ്വാസികൾ ഈ പാമ്പ്ലാനിയെ സമ്മതിക്കില്ല. എന്നാൽ എറണാകുളത്ത് വന്ന് മെത്രാൻ സിനഡ് അസാധുവാക്കിയ ജനാഭിമുഖം ചൊല്ലിയാൽ മതി എന്ന് പാമ്പ്ലാനി കൽപ്പിക്കും. തലശ്ശേരിയും എറണാകുളം തമ്മിൽ നല്ല ദൂരവുമുണ്ട്. ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനവും പാമ്പ്ലാനി നൽകും. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, സഭ നേതൃത്വത്തെ ക്രിസ്തുവിനെ അനുസരിക്കാത്ത വിമതർക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ വ്യക്തി ആരെയാണ് ഭയക്കുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, അതെങ്കിലും ഒന്ന് വ്യക്തമാക്കണം. ദയവായി മെത്രാൻ സിനഡിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള മെത്രാന്മാരുണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ ഇവിടെ നിന്ന് പിൻവലിച്ച് സീറോ മലബാർ സഭയെ രക്ഷിക്കുക എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. കാരണം വിശ്വാസികൾക്ക്, അതിരൂപതയിലെ വിശ്വാസികൾക്ക് മതിയായി. വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ ഭരണം പൂർണ്ണമായും പിൻവലിച്ചു. മറ്റൊരു സംഘത്തിന് പരീക്ഷണമെന്നോണം അതിരൂപത ഭരണം തിരിച്ചേൽപ്പിച്ചത് 2025 ജനുവരി 11 വ്യക്തമായി പറയുന്നത്. അന്നു മുതൽ 1 വർഷത്തിനുള്ളിൽ ഏകീകൃത കുർബാന സമ്പൂർണമായും അതിരൂപതയ്ക്കുള്ളിൽ എല്ലാ ഇടവകളിലും നടപ്പാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഭരണ കൈമാറ്റം. ഭരണം കൈമാറ്റമല്ല, ഏൽപ്പിക്കലാണ്. ഇതിനുള്ള മറുപടി എന്നോണം സമവായത്തിലൂടെ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ചകളിലും മറ്റ് കടമ്പുള്ള ദിവസങ്ങളിലും രൂപതകളിൽ നടപ്പാക്കി എന്നിവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഇടവകകളുടെ 30% വരുമോ എന്ന് വ്യക്തമായ കണക്കുകൾ വേണം. ഇല്ല. ഇനി 2026 ജനുവരി 11 അടുത്ത് വരുമ്പോൾ വത്തിക്കാൻ സമവായത്തിലൂടെ ഏകീകൃത കുർബാന എവിടെ, എങ്ങനെ, എത്രത്തോളം നടപ്പാക്കി എന്നതിന് വത്തിക്കാൻ ഉത്തരം ഇവർ കൊടുക്കണം, രൂപത അധികൃതർ കൊടുക്കണം. എന്തൊക്കെയോ ചില കാര്യങ്ങളും ക്രിസ്മസ് രാത്രിയോടെ നടക്കുമെന്ന് പറയുന്നത് നല്ല കാര്യങ്ങളാണെന്ന് കേൾക്കുന്നു. എന്തായാലും അത് വിശ്വാസികൾക്ക് ഹിതമായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചില ചോദ്യങ്ങൾ രൂപത ബിഷപ്പുമാരോട് ചോദിക്കാനുണ്ട്. അവരാണല്ലോ ഈ സിനഡിന്റെ വക്താക്കൾ. ബസേലിക്ക തുറക്കുമോ? ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അവസാനിപ്പിക്കുമോ? സിനഡ് ബിഷപ്പുമാർ ഒറ്റക്കെട്ടായി നിന്നാൽ തീരാവുന്ന പ്രശ്നമാണിത്. ഇങ്ങനെ നീണ്ടുപോയാൽ അത് നീണ്ടുപോകുന്നത് ഐക്യമാണോ അതോ വീണ്ടും തമ്മിലടിയാണോ? അങ്ങനെയാണെങ്കിൽ ഐക്യം ബിഷപ്പുമാരിൽ തുടങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഈ നോമ്പുകാലമെങ്കിലും, വരാനിരിക്കുന്ന നോമ്പുകാലമെങ്കിലും ബിഷപ്പുമാർ കുറച്ച് ത്യാഗം സഹിച്ച് ഐക്യത്തിന്റെ പാതയിൽ വരട്ടെ എന്നാണ് ഇവിടെ വിശ്വാസികൾക്ക് പറയാനുള്ളത്. രൂപതയിൽ സമാധാനം പുലരുമോ എന്ന് ചുരുക്കം. ബിഷപ്പുമാരുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായി നമ്മുടെ ഉപവാസ പ്രാർത്ഥന സംഗമം എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഇതിൽ ബിഷപ്പുമാരുടെ ഐക്യത്തിന് വേണ്ടി പ്രത്യേക ഒരു നിയോഗം വയ്ക്കാം, അതല്ലാതെ മറ്റു വഴിയില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് മാർ പാമ്പ്ലാനിയുടെ നിയോഗം? തലശ്ശേരിയിൽ ആർക്കും വേണ്ട, രൂപതയ്ക്ക് വേണ്ട, വിശ്വാസികൾക്ക് വേണ്ട ജനാഭിമുഖ കുർബാന അവിടെ നടപ്പാക്കാൻ വിശ്വാസികളോ തലശ്ശേരി ഇടവകളോ അനുവദിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാമ്പ്ലാനി എറണാകുളത്തേക്ക് അധിക ചുമതല ഏൽപ്പിച്ചത്. കെട്ടും ഞാനിതാ തിരിച്ചു പോകുന്നതെന്നൊക്കെ പലതവണ പ്രഖ്യാപിച്ചു. പക്ഷേ പാമ്പ്ലാനി ഇവിടെ വന്ന് ചെയ്യുന്നത് എന്താണ്? വിമതർക്ക് വേണ്ടി വന്നൊരു പാമ്പ്ലാനി പോലെ. വിശ്വാസികളെ സംരക്ഷിക്കാനായി തലശ്ശേരിയിൽ നിന്നും കെട്ടുകെട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൊണ്ടെത്തിച്ചപ്പോൾ അവിടെ ഇതാ പടപേടിച്ച് പന്തളത്ത് പോയതുപോലെ ആയിപ്പോയി, പന്തം കൊളുത്തി പടയായിപ്പോയി പാമ്പ്ലാനി വന്നപ്പോൾ. വളരെ ദുഃഖകരമാണ് പാമ്പ്ലാനിയുടെ കാര്യങ്ങൾ പറയാൻ. ഇത്രയൊന്നും ഈ ബിഷപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല മാർ പാമ്പ്ലാനി. കാരണം താങ്കൾ വിശ്വാസികൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അക്രൈസ്തവനായിട്ടല്ല, ക്രിസ്തുവിനെതിരായിട്ടല്ല, ജനാഭിമുഖത്തിന് അനുകൂലമായിട്ടില്ല. അൾത്താര അഭിമുഖമായ കുർബാനയാണ് വേണ്ടത്. സെന്റ് മേരീസ് ബസേലിക്ക തുറന്ന് അവിടെ ഒരു കുർബാന അർപ്പിക്കാൻ എന്തുകൊണ്ട് താങ്കൾ ആർജവം കാട്ടിയില്ല? താങ്കൾക്ക് കഴിയാത്തത് കൊണ്ടാണോ അതോ താങ്കളെ ഈ ദൗത്യം ഏൽപ്പിച്ചവർ, താങ്കളെ നിയോഗിച്ചവർക്ക് അത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെയെന്ന് വ്യക്തമായി പറയേണ്ടി വരും. കാരണം താങ്കളുടെ ഇഷ്ടത്തിനോ അല്ല ഇതൊക്കെ ചെയ്തു കൂട്ടുന്നു. എന്തുകൊണ്ട് സെന്റ് മേരീസ് ബസേലിക്ക തുറക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം താങ്കൾ നടപ്പാക്കിയില്ല? മറ്റ് ഇടവകകളിൽ, രൂപതയുടെ കീഴിലുള്ള മറ്റ് ഇടവകകളിൽ വെറും 30% താഴെ മാത്രമാണ് ഈ ഏകീകൃത കുർബാന ഞായറാഴ്ചകളിൽ മാത്രമായി നടപ്പാക്കിയത്. അതിന്റെ പേരിൽ പല ദേവാലയങ്ങളിലും അവിടുത്തെ
ചുമതലയുള്ള വൈദികന്മാർക്കെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. പാമ്പ്ലാനി പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തലശ്ശേരിയേക്കാൾ കേമം എറണാകുളം അങ്കമാലി അതിരൂപതയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഇവിടെ വന്ന് എന്തെങ്കിലും ആർജവമായി ചെയ്യണമായി. ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ബിഷപ്പുമാർക്കിടയിൽ ഒരു ഐക്യം വേണം. നിങ്ങൾ തമ്മിൽ തല്ലിയാൽ വിശ്വാസികളെ പിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല. വിശ്വാസികൾ പക്ഷേ തമ്മിൽ തല്ലാൻ പോകുന്നില്ല. വിമതരുടെ വഴിക്ക് പോകട്ടെ. വിശ്വാസികൾ രൂപതയിൽ തന്നെ ഉണ്ടാകും. അവർ തമ്മിൽ തല്ലാൻ പോകുന്നില്ല. ആ വെള്ളം അങ്ങ് ഇറക്കി വെച്ചേക്കണം പാമ്പ്ലാനി പിതാവും മറ്റു ബിഷപ്പുമാരും. ഇവിടെ വിശ്വാസികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, നോമ്പുകാലം വരികയാണ്, ക്രിസ്തുമസ് കാലം വരികയാണ്. ഈ നോമ്പുകാലത്തെങ്കിലും നിങ്ങൾ അല്പം ത്യാഗം സഹിച്ച് നിങ്ങൾ വിശ്വാസികളോട്, രൂപതയോട്, ഇടവകകളോട്, അതിലെ പട്ടക്കാരോടെങ്കിലും വൈദികരോടെങ്കിലും ഔദ്യോഗികമായി അൽത്തര അഭിമുഖ കുർബാന നടത്തുന്ന വൈദികന്മാരോടെങ്കിലും നിങ്ങൾ ഒരു ഉത്തരവാദിത്വം കാണിക്കണം, കൂറ് കാണിക്കണം. അതുകൊണ്ട് ഈ ഇടവകയിലെ ബിഷപ്പുമാർ ചെയ്യേണ്ടത് തമ്മിലടിക്കാതെ ഈ നോമ്പ് കാലത്തെങ്കിലും ഐക്യമായി മുന്നോട്ട് പോകുകയും ആ ഐക്യം പിന്നീട് അങ്ങോട്ട് മറ്റു നോമ്പ് കാലങ്ങളിലേക്ക് തുടർന്നു പോവുകയും ആണ്. കാരണം 2026 ജനുവരി ആദ്യം വത്തിക്കാന് മറുപടി നൽകണം. എന്താണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയത്? അതിനുവേണ്ടി എന്ത് മറുപടി നൽകാൻ ഈ പാമ്പ്ലാനി അടക്കമുള്ളവർ തുനിയുമെന്നത് ഇപ്പോഴും പ്രതീക്ഷയ്ക്കും അപ്പുറമാണ്. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്, ബിഷപ്പുമാർ ഒരുമിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും മറ്റ് അതിരൂപതകളിലുമൊക്കെ ഐക്യം, സമാധാനം, സ്നേഹം പുലർന്നു വന്നിരിക്കും. അതിന് ഈ നോമ്പുകാലം ഒരു പ്രചോദനമാകട്ടെ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് ബിഷപ്പുമാരോട് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്.